ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയത് വനവാസത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുമായിട്ട് എല്ലാവരുടെയും അനുഗ്രഹത്തിനായി നിൽക്കുന്ന രാമലക്ഷ്മണ സീതയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സമയത്ത് എല്ലാ സർവാഭരണഭൂഷണിയായിട്ടാണ് സീതാമാതാവ് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാമലക്ഷ്മണന്മാർ വനവാസത്തിലേക്ക് ഇറങ്ങുന്ന ആ രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, കലപ്പ മുതൽ മൺചട്ടി, അതുപോലെ കൈക്കോട്ട് നമ്മളൊക്കെ പറയാറില്ലേ, കിളയ്ക്കാനുള്ള സാമഗ്രികളെല്ലാം കൊണ്ടിട്ടാണ് പോകുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് കൈകേയി പറയുന്നുണ്ട്, വനവാസത്തിലേക്ക് പോകുന്ന ആള് ദീക്ഷാ സമ്പ്രദായം ഉണ്ടാവണം അല്ലേ. വനവാസത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന ആളായിട്ട് മാറാതെ അവിടെ വസ്ത്രം കാവി ധരിച്ചു പോകാൻ സാധിക്കണം എന്ന് പറയുന്ന രീതിയിൽ സീതയെ പോലും കാവി ധരിപ്പിക്കാൻ തയ്യാറാവുന്നു സീത അല്ലേ. നമുക്ക് ചിത്രീകരണത്തിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത് സീതാരാമലക്ഷ്മണന്മാർ കാവി ധരിച്ച് വനവാസത്തിലേക്ക് പോകുന്ന. അപ്പോൾ വസിഷ്ഠൻ പറയുന്നുണ്ട്, അങ്ങക്ക് ശ്രീരാമനോട് പറയാം, ലക്ഷ്മണനോട് പറയാം, പക്ഷെ സീതയോട് പറയാൻ, കാരണം ധർമ്മപത്നിയായിട്ട് ഇവിടെ വന്ന ആളാണ്. അപ്പോൾ ഒരു മരുമകൾക്ക് ഇവിടെ ഈ രാജ അധികാരത്തോടുകൂടി അല്ലെങ്കിൽ സഹധർമ്മ ചരിച്ചു വരുന്ന തൻ്റെ മകൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് വരുന്ന ഒരു സ്ത്രീയോട് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം കൂട്ടാക്കാതെ കൈകേയി അത് പ്രാവർത്തികമാക്കുന്നു. സീത അത് സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ. എങ്കിലും സർവാഭരണ ഭൂഷണിയായിട്ടാണ് സീത പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരണ്യകാണ്ഡത്തിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൗസല്യ മാതാവിൻ്റെ അനുഗ്രഹം മേടിക്കുന്നു, കൈകേയിയുടെ അനുഗ്രഹം മേടിക്കുന്നു, വസിഷ്ഠൻ്റെ അനുഗ്രഹം മേടിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം, സുമിത്ര മാതാവിൻ്റെ അടുക്കം അനുഗ്രഹം മേടിച്ച് ശ്രീരാമൻ ഇറങ്ങുന്നു. ആ സമയത്ത് പറയാണ്, സുമിത്ര വചനം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ സുമിത്ര മാതാവ് നമുക്ക് നേരത്തെ പായസം കൊടുക്കുന്ന സമയത്താണ് നമ്മളിത് കണ്ടത്. കാരണം കൗസല്യ മാതാവ് പകുതി കൊടുത്തപ്പോൾ അത് കണ്ടുകൊണ്ട് പകുതി കൊടുത്ത ആര്? കൈകേയി മാതാവ്. അങ്ങനെ 2 പുത്രന്മാർ ജനിക്കാൻ ഭാഗ്യം ചെയ്ത ജ്ഞാനത്തിൻ്റെ നിറകുടമായ സുമിത്ര മാതാവ് ഓരോ സന്ദർഭങ്ങളിലും രാമായണത്തിൽ നമുക്ക് ശ്രേഷ്ഠ കഥാപാത്രമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. ബാക്കി ആരും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഓരോ സന്ദർഭങ്ങളിൽ അല്ലേ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു കഥാപാത്രം ഓടിപ്പോകുന്ന സമയത്തിനുള്ളിൽ അവർ ചെയ്ത ആ കഥാപാത്രത്തിൻ്റെ ശക്തി എത്രത്തോളം സമൂഹത്തിൽ വ്യാപിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഉടനീളം നമുക്ക് സുമിത്ര മാതാവിനെ ഒന്ന് സന്ദർശിക്കുമ്പോൾ ആ സുമിത്ര മാതാവ് അനുഗ്രഹിച്ചു വിടുകയും തൻ്റെ മകനെ നിർത്തിക്കൊണ്ട് പറയുന്ന ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും. സീതാരാമ ലക്ഷ്മണന്മാരെ ആശീർവദിച്ച് ലക്ഷ്മണന് ഉപദേശം കൊടുത്ത ആ അമ്മയുടെ മനസ്സിനെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അല്ലേ. അവിടെ അഗ്രജൻ തന്നെ പരിചരിച്ച എപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ലാമോദത്തോടുകൂടി നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്നു ഉറച്ചുകൊള്ളുക, പിന്നെ അയോധ്യയെ അടവിയായിട്ട് മായാവിഹീന മീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരിക നീ എന്ന് എഴുത്തച്ഛൻ്റെ രാമായണം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ലക്ഷ്മണനെ അനുഗ്രഹിച്ചു വിടുന്ന ആ അമ്മയെ നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണനും ഭരതൻ്റെ കൂടെ ശത്രുഘ്നനും ഒരുമിച്ച് പോകുന്ന ആ ഒരു അമ്മയുടെ മാതൃത്വം നമുക്ക് എത്രത്തോളം പ്രശംസനീയമാണ് എന്ന് ചിന്തിക്കണം അല്ലേ. ആ മാതൃത്വം കൊണ്ടാണ് ഈ 2 പേരും, വേണമെങ്കിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാർ ഒരുമിച്ച് പോയാൽ മതി
അല്ലേ? ഒരമ്മയുടെ മക്കളല്ലേ? പക്ഷേ ഇവിടെ നിന്നും പായസം പകുതി കൊടുത്തത് കൊണ്ടാവാം ഇങ്ങനെയുള്ള താരതമ്യം ഉണ്ടായത്. അല്ലെങ്കിൽ ആ അമ്മയുടെ അല്ലെ പായസം കഴിച്ചതുകൊണ്ട് ഇങ്ങനെ ആവണമെന്നില്ല. രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരെയും ആയിട്ട് മാറണമെന്നില്ല. പക്ഷെ ആ അമ്മ തൻ്റെ മക്കൾക്ക് കുട്ടിക്കാലം മുതലേ ഉപദേശിച്ചു കൊടുത്ത ജ്യേഷ്ഠന്മാരുടെ ഭക്തിയെയും ബഹുമാനത്തെയും കാഴ്ചവെച്ചത് കൊണ്ടാണ്. അങ്ങനെയുള്ള മാതാവിന് മാത്രമേ എന്ത് പറയാൻ സാധിക്കുകയുള്ളൂ? തൻ്റെ മക്കൾ നേർവഴിക്ക് പോകണം, നേരായ മാർഗത്തിൽ ചിന്തിക്കണം, നല്ലത് മാത്രം ചെയ്യണമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം. അവിടെ വിക്രമാദിത്യ സഭയിൽ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യമുണ്ട് അല്ലേ? നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവർ നന്നാണോ, ഇവർ നല്ലതാണോ, ഇവർ ശരിയാണോ, അത് ചെയ്താൽ ശരിയാണോ, ഇത് ചെയ്താൽ ശരിയാണോ എന്ന് പറഞ്ഞ് പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ വിക്രമാദിത്യ സഭയിൽ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യം രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരരുചി ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാരുടെ സദസ്സിൽ ആർക്കും കണ്ടെത്താൻ അതിവേഗം സാധിച്ചില്ല. അവിടെയാണ് വരരുചി 41 ദിവസം ദേശാടനത്തിന് ശേഷം 16 തരത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിച്ച ഒരു ശ്ലോകത്തെ കണ്ടെത്തിയത്. ചിന്തിച്ചു നോക്കൂ, ഒരു ശ്ലോകത്തെ തന്നെ 16 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള ഒരു അമ്മയുടെ ദീർഘവീക്ഷണം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒട്ടനവധി ആൾക്കാരെ നമുക്ക് അറിയിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയാൽ ആ ശ്ലോകം ഇതാണ്: രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജ അയോധ്യാമടവിം വിദ്യം ഗച്ഛതാത യഥാസുഖം. അതിൻ്റെ മലയാള വാക്കാണ് ഞാൻ നേരത്തെ വായിച്ചത്. എന്താണ്? അഗ്രജൻ തന്നെ പരിചരിച്ചെന്ന് എപ്പോഴും അല്ലേ? അതായത് നീ രാമനെ എങ്ങനെയാണ് തൻ്റെ അച്ഛനായിട്ട് കാണണം. രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജ, അച്ഛനായിട്ട് കാണാൻ സാധിക്കണം. നേരത്തെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്മണ ഉപദേശം കൊടുക്കാൻ തന്നെ കാരണം അച്ഛന് നേരെ തന്നെ വാളുയർത്തി അച്ഛൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ പോയ നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? പക്ഷേ അമ്മ പറഞ്ഞു കൊടുക്കുന്നു ശ്രീരാമചന്ദ്രനെ ആരായിട്ട്? തൻ്റെ അച്ഛനായിട്ട്, പിതാവായിട്ട് കാണണം. അമ്മയായ എന്നെ പോലെ തന്നെ ആരെ കണക്കാക്കണം? ഞാൻ തന്നെയാണ് സീത എന്ന് നീ മനസ്സിലാക്കണം. അപ്പോ മാ വിദ്യം ജനകാത്മജ അയോധ്യ മഠമിം വിദ്യം, അതായത് കാടിലേക്കാണ്, കാട്ടിനകത്ത് ഘോരമായ കാട്ടിലേക്കാണ് നീ പോകുന്നത്. അത് കാടാണെന്ന് നിന്റെ മനസ്സ് എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ അവിടെ നിന്നും നമുക്ക് എന്തുണ്ടാവും? ആ ഘോരമായ കാടിൻ്റെ പല സ്വഭാവങ്ങളും പല പേടികളും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഭ്രംശനമുണ്ടാക്കും, അല്ലെങ്കിൽ പരിഭ്രമമുണ്ടാക്കും. അതില്ലാതിരിക്കാൻ അയോധ്യയാണ് കാട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ മുന്നോട്ട് പോകണം. ചിന്തിച്ചു നോക്കാം. ഇത്രയും മഹത്തായ ഉപദേശം നീ മനസ്സിലാക്കണം അല്ലേ? സ്വന്തമായിട്ട് തീരുമാനമെടുത്തിട്ടാണ് ലക്ഷ്മണൻ എവിടേക്ക് പോയത്? ശ്രീരാമന്റെ കൂടെ വനവാസത്തിലേക്ക് ഇറങ്ങി. അമ്മയോട് ചോദിച്ചിട്ടൊന്നുമില്ല അല്ലേ? പക്ഷെ ആ അമ്മയുടെ ഉപദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 16 തരത്തിൽ വരരുചി ഇത് വ്യാഖ്യാനിക്കാനുള്ള കാരണമുണ്ട്. അവിടെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ ഒന്ന് ചിത്രീകരിക്കല്ല, ഒന്ന് ഭാഷ്യപ്പെടുത്തി നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് കാണാൻ സാധിക്കും. രാമം ദശരഥം വിദ്യം, അച്ഛൻ പറഞ്ഞത് രാമനോടാണ് വനവാസത്തിന് പോകാനായിട്ട്. അതുകൊണ്ട് സീതയും അവരുടെ കൂടെ പോയി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭരതനില്ല, ശത്രുഘ്നനില്ല. ഇവിടെ ഈ രാജ്യത്തെ നീ എന്തു ചെയ്തു? ഒറ്റയ്ക്ക് വിട്ടിട്ടാണ് നീ പോകുന്നത് അല്ലേ? ചിന്തിച്ചു നോക്കൂ. ആ രാജ്യം ഭരിക്കാൻ തീരുമാനമെടുക്കാൻ പോലും ആളില്ലാത്ത സന്ദർഭത്തിലാണ് നിന്റെ തീരുമാനമനുസരിച്ച് നീ ആരുടെ കൂടെ പോകുന്നത്?
രാമൻ്റെ കൂടെ പോകുന്നത്. ശരിയാണോ? ഒരു ക്ഷത്രിയ വംശത്തിൽ ജനിച്ച ഒരാള് അല്ലേ, നേരെ മറിച്ച് കൈകേയിയുടെ കുശുമ്പ് കുന്നായ്മ ഇതെല്ലാം സുമിത്ര മാതാവിനുണ്ടെങ്കിൽ നീ പോകരുത്, നീ മിണ്ടാതെ ഈ രാജ്യകാര്യങ്ങൾ ദശരഥൻ വരുന്നതിന് മുമ്പ് രാജ്യകാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ നീ കയറി പറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുശുമ്പ് നമുക്ക് തെറ്റായി തോന്നാം അല്ലേ? വേണമെങ്കിൽ അങ്ങനെയും ചിന്തിച്ചൂടെ? പക്ഷെ അത് നമ്മുടെയൊക്കെ മാനുഷിക സംസർഗം കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് രാമം ദശരഥം വിദ്യം എന്ന് പറഞ്ഞപ്പോൾ ആ രാമൻ അച്ഛൻ്റെ വാക്ക് കേട്ട് കാട്ടിലേക്ക് പോകുന്നു, സീത രാമൻ്റെ കൂടെ പോകുന്നു. പക്ഷെ നീ അയോധ്യയെ വിട്ടിട്ടാണ് പോകുന്നത്, കാട്ടിലേക്ക് പോകുന്നത്, നിന്റെ സ്വന്തം തീരുമാനം. ഇത്രയും ജനങ്ങൾ അയോധ്യാവാസികളെ നിരാലംബരാക്കിക്കൊണ്ടാണ് നീ പോകുന്നത് അല്ലേ? ആരുമില്ല ഇവിടെ, ഭരതനില്ല, ശത്രുഘ്നനില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തു? ഇതിനെ വിട്ടുപോകുന്നു. അപ്പം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നീ മറന്നിട്ടാണ് നീ പോകുന്നത് എന്നുകൂടി നമുക്കിവിടെ ഒരു ചിന്തനീയമുണ്ട്. പക്ഷേ ഇവിടെ ആ അമ്മയുടെ വ്യാഖ്യാനം ഇന്ന് എല്ലാ ആചാര്യന്മാരിലൂടെയും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് രാമനെ അച്ഛനായിട്ട് കാണണം, സീതയെ ഞാനായിട്ട് കാണണം, അമ്മയായിട്ട് കാണണം, കാടിനെ അയോധ്യയായി കാണണം. അതുകൊണ്ട് രാമ സീതയെ സംരക്ഷണം ചെയ്യണം എന്ന് പറയുന്ന സുമിത്ര മാതാവിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? കാശി രാജാവിൻ്റെ പുത്രിയായ ദശരഥന്റെ പത്നിമാരിൽ ജ്ഞാനത്തെ ഏറ്റവും ഉയർത്തി നിൽക്കുന്ന ഒരു മഹാപ്രതിഭയാണ് സുമിത്ര മാതാവ്. അപ്പോൾ സുമിത്ര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമത്വ ബുദ്ധി ഉള്ളവൾ, അതായത് സമമായിട്ട് ബുദ്ധി നിലനിൽക്കുന്നവൾ എന്ന് നമുക്ക് ഭഗവത്ഗീതയിൽ നമുക്ക് നോക്കിയാൽ സുഖദുഃഖേ സമേകൃത്വ ലാഭാലാഭൗ ജയാജയോ തദോ യുദ്ധായ യുജസ്യ നൈനം പാപ്യ അപാപ്സ്യസി. സുഖദുഃഖങ്ങളും ലാഭാലാഭങ്ങളും സമമായിട്ട് കാണുവാനും അതിനെ ചിന്തിക്കുവാനും സാധിക്കണം എന്നുള്ളത് നിന്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യമാണ് അല്ലേ? അപ്പോൾ സുഖം ഇന്ന് വരും, നാളെ ദുഃഖം വരും, മറ്റന്നാൾ ഇത് രണ്ടും ഇല്ലാതാവും. അപ്പോൾ നമുക്ക് മനസ്സിനെ സമന്വയിച്ചു കൊണ്ടുവരണം, ബുദ്ധിയെ സമീകരിച്ചു കൊണ്ടുവരണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സുമിത്ര മാതാവിനെ ഒന്ന് നമുക്ക് കാണാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ സുമിത്ര മാതാവ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ലക്ഷ്മണൻ അതേപടി അനുസരിക്കുന്നു. 14 വർഷത്തോളം തിരിച്ചു വരുന്നതും തിരിച്ചു വന്നതിന് ശേഷവും അതേപോലെ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഉള്ള നല്ല ശീലങ്ങൾ ഏത് കാലത്താണ് വാർദ്ധക്യം കഴിഞ്ഞ് അവസാനം ശ്രീരാമൻ്റെ വിയോഗം നടക്കുന്നവരെയും ആ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ വാക്കുകൾ വ്യതിചലിക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആ രാമതത്വത്തെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് വനവാസത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആൾക്കാരെ ഒരുപാട് ഭക്തജനങ്ങൾ ദുഃഖത്തോടുകൂടി നിൽക്കുന്നു. കാരണം നാളെ നടക്കേണ്ടത് യുവരാജ പട്ടാഭിഷേകമാണ്. ഇന്ന് നടക്കുന്നത് വനവാസത്തിലേക്ക് പോകുന്ന ആ യുവരാജാവായിട്ട് എല്ലാവരും ശ്രീരാമനെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ശ്രീരാമൻ്റെ വേഷവിധാനങ്ങളെല്ലാം കണ്ട് ദുഃഖത്തോടുകൂടി നിൽക്കുന്ന ആ രാജ്യസഭാംഗങ്ങൾ തുടങ്ങി മന്ത്രിമാർ തുടങ്ങി രാജ്യത്തെ എല്ലാ മനുഷ്യന്മാരും ദുഃഖത്തോടു കൂടി നിൽക്കുന്നു അല്ലേ? അപ്പം ഇത്രയും അയോധ്യയിലെ ജനങ്ങൾ രാമനെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. രാമൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സൗഭാഗ്യത്തിന് കുറവോ സുഖത്തിന് കുറവോ നമുക്കിവിടെ ദശരഥൻ ഭരിക്കുമ്പോൾ പോലും ഇല്ല. പക്ഷേ രാമനെ അത്രയും മനസ്സിൽ ഏന്തി നടന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാമൻ വനവാസത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ആ സമയത്ത് ആ രാജ്യം മുഴുവൻ എന്താ ചെയ്യുക? കൈകേയിയെ ശപിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുക. പക്ഷെ അവിടെ ഒന്നും നമുക്കത് കാണുന്നില്ല അല്ലേ? അത് കഴിഞ്ഞ് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ദാനധർമ്മങ്ങളെല്ലാം ചെയ്തിട്ടാണ് ശ്രീരാമചന്ദ്രൻ പോകുന്നത്. ആ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് ഒട്ടനവധി ആൾക്കാർക്ക് ദാനധർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് വനവാസത്തിലേക്ക് ഇറങ്ങുന്ന ശ്രീരാമചന്ദ്രൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മഹാവ്യക്തിയുണ്ട്. ആ ഇറങ്ങുന്ന സമയത്ത് ഓടി വരുന്നുണ്ട്
ഒരു കാല് പോലും ശേഷി കുറഞ്ഞതായിട്ടോ ആരോഗ്യം വയസ്സായതുകൊണ്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി അവിടെ മുന്നോട്ട് വരുന്നുണ്ട്. ആ മുന്നോട്ട് വരുന്ന ആ വ്യക്തി വന്നിട്ട് ശ്രീരാമൻ കാണുന്ന സമയത്ത് ദൂരെ നിന്നും അദ്ദേഹം ഓടി വരുന്നത് ആസ്വദിച്ച് സന്തോഷിച്ച് കാണുന്ന ശ്രീരാമനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദാനധർമ്മങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞോ, ഞാൻ ഒരു ദാനത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദാനം ലഭിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ, ആ വൃദ്ധനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീരാമൻ ആലിംഗനം ചെയ്യുന്ന ആ വൃദ്ധനെ നമുക്ക് കാണാൻ സാധിക്കും. ആ വൃദ്ധനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വൃദ്ധന് മുന്നിൽ അദ്ദേഹം ശ്രീരാമചന്ദ്രൻ പറയും, എനിക്കിപ്പോൾ നൽകാനുള്ളത് കുറച്ച് പശുക്കൾ മാത്രമാണ്. ആ പശുക്കൾ നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. അപ്പൊ ആ വയോവൃദ്ധന് എത്രത്തോളം ആഗ്രഹമുണ്ടോ, അതുകൊണ്ട് തൻ്റെ കൈകളിലെ വടിയെടുത്ത് ദൂരേക്കെറിയാൻ സാധിക്കുക. എത്ര ദൂരം ആ വടി പോയി ചെന്ന് കിടക്കുന്നു, ഇവിടെ നിന്നും ആ വടി കിടക്കുന്ന വരെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, പശുക്കളെ ഏൽപ്പിച്ച് ദാനം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ദാനത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ വൃദ്ധൻ തൻ്റെ തോളത്തിലുള്ള തോർത്തെടുത്ത് അല്ലെങ്കിൽ ഷാളെടുത്ത് അരയിൽ ചുറ്റി തൻ്റെ കൈകൾ കൊണ്ട് ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത്, നമുക്കൊക്കെ പല കാര്യങ്ങളും എനർജി ആയിട്ട് ചെയ്യണമെങ്കിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശരീരം മുഴുക്കെ ഉഷാറാക്കിയിട്ട് അല്ലെ ബലവത്താക്കിയിട്ട് ആ വടിയെടുത്ത് ദൂരേക്ക് എറിയുന്നു എന്നാണ്. ആ സമയത്ത് അവിടെ വാൽമീകി രാമായണം പറയുന്നു, ആ സരയൂ തീരത്തിനടുത്ത് വരെ ആ വടി എത്തിച്ചെന്നു. കാരണം ആ വ്യക്തിക്ക് ആഗ്രഹം എന്താണ്, എനിക്ക് ദാനം കിട്ടുന്നത് മാക്സിമം കിട്ടണം എന്നുള്ളതാണ് അല്ലേ. നമുക്ക് പറയാറുണ്ട്, കിട്ടുന്നത് മാക്സിമം കിട്ടിയാലല്ലേ നമുക്ക് 10 കിട്ടുകിൽ 100 മതിയെന്നും 100 കിട്ടുകിൽ 100 മതിയെന്നും എന്നൊക്കെ നമുക്ക് ജ്ഞാനപ്പാനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. 100 കിട്ടിയാലും 10 കിട്ടിയാലും 100 വേണമെന്ന് ആഗ്രഹിക്കും, 100 കിട്ടിയാലും 1000 വേണമെന്നായിരിക്കും, 1000 കിട്ടിയാലോ അതിൽ കൂടുതൽ എത്ര കിട്ടിയാലും നമുക്ക് പോരാ എന്നുള്ള മനോഭാവത്തിലേക്ക് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ സുമിത്രാ മാതാവിനെ നമുക്ക് കാണിച്ചു തന്നു സുഖദുഃഖങ്ങളെ സമമായിട്ട് കാണുവാൻ. പക്ഷെ തൊട്ടടുത്ത സമയത്ത് തന്നെ നമുക്ക് കാമമോഹിതനായ വയോവൃദ്ധൻ തൻ്റെ ശരീരം പോലും തീരെ വയസ്സാണെങ്കിലും തൻ്റെ ആഗ്രഹം വലുതാണ് എന്ന് കാണിച്ചു തരുന്ന ദാനധർമ്മങ്ങളുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കണം. ഇവിടെ ഭഗവത്ഗീത നമ്മൾ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, 26, 27 ശ്ലോകങ്ങൾ 17-ാം അധ്യായത്തില്. അവിടെ നമ്മൾ പറയുന്ന ഒരു ശ്ലോകം നമുക്ക് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, യജ്ഞം, തപസ്, ദാനം, ഈ 3 കാര്യങ്ങൾ നമുക്ക് ശ്രേഷ്ഠമാക്കിയെടുത്താൽ ആ യജ്ഞവും ദാനവും തപസ്സുമെല്ലാം, യജ്ഞം, തപസ്, ദാനം എന്നിവ നമുക്ക് ശ്രേഷ്ഠമാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ യശസ്സും കീർത്തിയും നമുക്ക് വന്നു ചേരും. അപ്പം അങ്ങനെ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു മനോബലമാണ് നമുക്കിവിടെ രാമായണത്തിലൂടെ കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ നമുക്ക് ബാലകാണ്ഡത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഭാർഗവന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന ശ്രീരാമചന്ദ്രനെ, ശാപത്തെ മോചിപ്പിക്കുന്ന ശ്രീരാമനെ, താടകയുടെ ക്രോധത്തെ ശമിപ്പിക്കുന്ന ശ്രീരാമനെ, തപസ് കൊണ്ട് താൻ ചെയ്ത പുണ്യങ്ങളെല്ലാം വിശ്വാമിത്രനിലൂടെ സ്വീകരിക്കുന്ന ഒരു ശിഷ്യസമ്പത്തായിട്ട്, അവിടെ നിന്നും ജനകന്റെ കൊട്ടാരത്തിൽ ആ വെല്ലു കുലയ്ക്കുന്ന ശ്രീരാമചന്ദ്രനെ, സീതാ സ്വയംവരം കഴിഞ്ഞ പരശുരാമനെ, അത് കഴിഞ്ഞ് നമുക്ക് വനവാസത്തിലേക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മനോവികാരങ്ങളില്ലാതെ ആരെ ചിന്തിപ്പിക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ മനോവികാരങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ ഏകീകരിച്ചു പോകുന്ന ധൃതിമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറയുണ്ടായി.
ആ ധൃതിമാനായി നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ സ്വഭാവ ഗുണങ്ങളെ ഓരോന്നായിട്ട് നമുക്ക് കാഴ്ചവെച്ചുന്ന ഓരോ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാമായണത്തിൽ ചാരിത്രശുദ്ധിയെ നമുക്ക് പ്രദാനം ചെയ്തു. സർവഭൂതേഷു കോഹിത. ഇവിടെ നമുക്ക് ആ ബ്രാഹ്മണൻ വന്ന് ചോദിക്കുന്ന സമയത്തെല്ലാം, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തെല്ലാം സർവചരാചരങ്ങളും അദ്ദേഹത്തെ മോഹിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും ആരെ ചിന്തിപ്പിച്ചത്? ശ്രീരാമനെ ചിന്തിപ്പിക്കുന്നത്. അയോധ്യ വിട്ട് പോകുന്ന ശ്രീരാമനോട് ദുഃഖത്തോടുകൂടി നിൽക്കുന്ന അവിടുത്തെ അയോധ്യവാസികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയദർശനൻ എന്ന് കാണുന്നു. കാണുന്നവർക്ക് അല്ലെങ്കിൽ ഹൃദയം എപ്പോഴും പ്രസന്നമായിരിക്കുന്നത്, അത് മുഖത്ത് തെളിഞ്ഞ് കാണുന്നവർക്ക് പ്രിയങ്കരമായിരിക്കുന്നവനാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് ആ വൃദ്ധൻ ഓടി വരുന്ന ആ സന്ദർഭം പോലും അദ്ദേഹം രസിച്ചുകൊണ്ട് ആ വൃദ്ധൻ ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തനിക്ക് വേണ്ട കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവരുന്ന ആ വൃദ്ധനെ ചിന്തിപ്പിക്കാൻ സാധിച്ചത്. അസൂയയില്ലാത്തത് കൊണ്ട്, ആ അസൂയയില്ലാത്തതുകൊണ്ട് അതിൽ യാതൊന്നും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിൽ വേണമെങ്കിൽ അസൂയപ്പെടാമായിരുന്നു. ഞാൻ എന്തിനു പോകണം, വേറെ മക്കളുണ്ടല്ലോ എന്ന് ചിന്തിക്കണ്ടേ, ഇല്ലേ? ഞാനാണ് പോകേണ്ടത് എന്ന് ഒരിക്കലും ദശരഥൻ നേരിട്ട് പറഞ്ഞിട്ടില്ല, അല്ലേ? പക്ഷെ കൈകേയി മാതാവിൻ്റെ ആ ചിന്താശക്തി നേരിട്ട് അറിയുന്നത് കൊണ്ട് നമുക്കെല്ലാവർക്കും ശ്രീരാമൻ്റെ തത്വത്തിലേക്ക് കുറച്ചുകൂടി, നിയതാത്മാവ്, മഹാവീരൻ, ധൃതിമാൻ എന്നെല്ലാം നമുക്ക് പറഞ്ഞു. അപ്പോൾ ധൈര്യം, ബുദ്ധി എന്നിവയെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലെല്ലാം നമുക്ക് അയോധ്യാകാന്ഡത്തിലെ ഓരോ സന്ദർഭങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിർമ്മാണം എങ്ങനെ ആയിരിക്കണം, ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനായിട്ടിരിക്കുന്നു, അല്ലേ? പണ്ട് നമുക്ക് സന്യാസിമാരുടെ ജീവിതത്തെ എടുത്ത് നോക്കിയാൽ ഒന്നും വേണ്ട, പാലക്കാട് വടപ്പല്ലൂരാണ് ആരുടെ സ്വദേശം? തപോവന സ്വാമികൾ എന്ന് പറയുന്ന ഇന്ന് ലോകം ആരാധിക്കുന്ന ഒരു മഹാപണ്ഡിത ശ്രേഷ്ഠൻ, തപസ്വിയായ മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹം ഹിമാലയത്തിൽ തപോഭൂമിയിൽ തന്നെ തപസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം, അല്ലേ? പാലക്കാട്ടുകാരനായ തപോവന സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വടപ്പല്ലൂരും കുഴൽമന്നത്തുമെല്ലാം ഒട്ടനവധി കൃഷിഭൂമികൾ, 2000 ഏക്കറിലധികം കൃഷിഭൂമികൾ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹമാണ് ആ കാരണവസ്ഥാനത്തിരുന്ന് നോക്കി നടത്തേണ്ടിയിരുന്നത്. പക്ഷെ ഇതെല്ലാം തൻ്റെ അനുജന് കൈമാറിക്കൊണ്ട്, ഞാൻ അറിഞ്ഞ കാര്യമാണ്, അനുജന് കൈമാറിക്കൊണ്ട് ട്രെയിൻ കയറുന്ന തപോവന സ്വാമികൾ അല്ലെങ്കിൽ ചിപ്പുക്കുട്ടി നായർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ 2000 ഏക്കറ ഉണ്ടോ ഇല്ലയോ ആ തറവാടിന് എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തപസ് കൊണ്ട് എന്ത് നേടിയെടുക്കാൻ സാധിച്ചു? ലോകത്ത് ആരാധ്യ പുരുഷനായിട്ട്, തപസ്സിൻ്റെ നിറകുടമായിട്ട് ഒട്ടനവധി ഗുരുക്കന്മാർ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്ന പരമേഷ്ടി ഗുരുവായിട്ട്, പരമാത്മ ഗുരുവായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന തപോവന സ്വാമികൾ ജന്മമെടുത്ത ഭൂമിയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്, പാലക്കാട്. അപ്പം ഇങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ നമുക്ക് കാണുന്നത് നമുക്കിവിടെ ചിത്രീകരിക്കാൻ സാധിക്കും. അപ്പോൾ രാമനെ പോലെ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലേ? അയോധ്യ എന്ന് പറയുന്നത് എത്ര യോജന? 12 യോജന, 13 യോജന വിസ്താരവും വീതിയും നീളവുമുള്ള ആ സ്ഥലം, ആ രാജ്യഭരണം, ഇത്രയും അധികം സാമന്ത രാജാക്കന്മാര്, കപ്പം കൊടുക്കുവാനുള്ള ആൾക്കാർ, കച്ചവടം ചെയ്യാനുള്ള ആൾക്കാർ, ഇത്രയും അധികം പീരങ്കിപ്പടകൾ തുടങ്ങി ഒട്ടനവധി ആയുധ ശേഖരണങ്ങൾ, ഒട്ടനവധി വിദ്വാൻമാരുള്ള സ്ഥലം, ഇവയെല്ലാം നമുക്ക് കണക്കിലെടുത്താൽ ഈ രാജ്യം വിട്ടു പോകണമെന്ന് ഒരു രാത്രി കൊണ്ട് നമ്മളോട് പറഞ്ഞപ്പോൾ, ആ രാത്രി പുലർക്കുന്നതിന് മുമ്പ്, ആ സൂര്യോദയത്തിന് മുമ്പ് ആ രാജ്യം വിടാൻ തൻ്റെ മനസ്സ് തയ്യാറാവുന്ന ശ്രീരാമചന്ദ്രൻ്റെ ആ നിഷ്കാമ ഭക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? തൻ്റെ കർത്തവ്യബോധം മുന്നിലേക്ക് വന്നപ്പോൾ അവിടെ നമുക്ക് ആ ശ്രീരാമൻ
അയോധ്യ വിട്ട് വനവാസത്തിലേക്ക് പോകാൻ സാധിച്ച ഒരു മഹാസന്ദർഭം നമ്മുടെ മനസ്സിലും ഇന്നും ജീവിച്ചിരിക്കുന്ന ആൾക്കാരിലുമുണ്ട്. ജീവിച്ച് നമ്മളെ വിട്ട് ശരീരം മാത്രം പോയ തപോവന സ്വാമികളെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അല്ലേ. ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുനാഥനായ തപോവന സ്വാമികൾ ഇത്രയും അറിവ് നമുക്ക് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് ജന്മമെടുത്ത വ്യക്തിയാണെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. നമസ്കാരം.